നമസ്കാരം. ആസ്ട്രോമീഡിയയുടെ മാന്യ പ്രേക്ഷകർക്ക് പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട്. ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയം 2026 പൊതുവെ ശ്രദ്ധിക്കേണ്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിട്ടാണ്. 2026 ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ അത്ര കണ്ട ആനുകൂല്യമാവില്ല എന്നുള്ളത് കൊണ്ടാണ് ആ നക്ഷത്രങ്ങളെ തിരഞ്ഞുപിടിച്ചിട്ട് പറയാൻ കാരണം. 2026 അനുകൂലപ്പെടുന്ന നക്ഷത്രക്കാരെ പറ്റിയിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. കാണാത്ത ആളുകൾ അത് കാണാം. 9 നക്ഷത്രങ്ങളാണ് അതിൽ പെട്ടിട്ടുള്ളത്. ഇതിൽ ഏകദേശം ഒരു 6 കൂറ്, മേടക്കൂറ്, മിഥുനക്കൂറ്, കന്നിക്കൂറ്, ധനുക്കൂറ്, കുംഭക്കൂറ്, മീനക്കൂറ്, ഇങ്ങനെ 6 കൂറിൽപ്പെട്ട ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മേടക്കൂറിലെ വിശേഷങ്ങൾ ആദ്യം പറയാം. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ 15 നാഴിക അടങ്ങുന്ന മേടക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായ ഒരു വർഷമാണ് 2026 എന്ന് പറയുന്നത്. അധികമായിട്ടുള്ള ചിലവുകൾ വരിക, ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ധാരാളം ധനം ചെലവഴിക്കേണ്ട സാഹചര്യങ്ങൾ, സ്ഥാനചലനാദികൾ, ഉയർന്ന സ്ഥാനത്തിരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ സ്ഥാനചലനം പോലെയുള്ള കാര്യങ്ങൾ, ചില വ്യവഹാരങ്ങളിൽ ചെന്ന് പെടുക, അതുകൊണ്ടുണ്ടാകുന്ന മാനഹാനിയും ധനനഷ്ടങ്ങളും. വ്യവഹാരം എന്ന് പറഞ്ഞാൽ കേസാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് പരമാവധി പോകാതിരിക്കുകയാണ് നല്ലത്. കേസ് വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക. എന്തായാലും നിർബന്ധമായിട്ടും വന്ന് ഭവിക്കേണ്ട ഒരു സംഗതിയാണ്, ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഗതിയാണ് 2026 ഒരു കേസിൽ പെടുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം. ബഹുമാന്യത അർഹിക്കുന്ന ആളുകൾക്കൊക്കെ വളരെ ഒരു പോരായ്മ ഉള്ളൊരു വർഷം കൂടിയിട്ടാണ്. കാരണം ബഹുമാനിക്കേണ്ട അല്ലെങ്കിൽ ബഹുമാനം, അംഗീകാരം ഇതൊക്കെ കിട്ടേണ്ട ആളുകൾക്ക്, ആദരവ് കിട്ടേണ്ട ആളുകൾക്ക് ഒരു ലേശം മങ്ങി നിൽക്കുന്നൊരു വർഷം കൂടിയിട്ടാണ് 2026. സാംസ്കാരിക മേഖലകളിലും രാഷ്ട്രീയ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ഈ നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾ വളരെയധികം, മേടക്കൂറിൽപ്പെട്ട ആളുകൾ, അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ 15 നാഴികയുടെ ഉള്ളിൽപ്പെട്ട ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി മറ്റൊന്ന് മിഥുനക്കൂറ്. മിഥുനക്കൂറ് എന്ന് പറയുമ്പോൾ മകീരത്തിൻ്റെ അവസാനത്തെ 2 പാദങ്ങൾ, തിരുവാതിര നക്ഷത്രം, പുണർദ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദങ്ങൾ അടങ്ങുന്ന മിഥുനക്കൂറുകാർ അവർ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് ചില ബുദ്ധിമുട്ടുകൾ അവർക്ക് ഈ ഒരു വർഷം വന്നു ഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ബിസിനസ്സുകാർ, വ്യവസായികൾ ഇവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വർഷം തന്നെയാണ്. അതേപോലെ തന്നെ വലിയ തുക ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുള്ള ആളുകൾക്ക് അത് തിരിച്ച് അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, ജപ്തി ഭീഷണി പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. യന്ത്രസാമഗ്രികളെ കൊണ്ടുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ, അതായത് വാഹനവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു ലേശം അധികം കഷ്ടകാലം ഉള്ള ഒരു വർഷം കൂടിയിട്ടാണെന്നുള്ളത് മനസ്സിലാക്കുക. അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള ആളുകളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വർഷം തന്നെയാണ്. ഈ മിഥുനക്കൂറിൽപ്പെട്ട ആളുകളുടെ കാര്യമാണ് പ്രധാനമായിട്ട് അതൊന്ന് ശ്രദ്ധിക്കുക. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് പലതരത്തിലുള്ള പ്രയാസങ്ങളാണ് അവർക്ക് ഉണ്ടാവുക. പുരസ്കാരം പോലെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ആളുകൾക്ക് അതിനൊക്കെ കാലതാമസം, പ്രൊമോഷൻ കിട്ടാൻ സാധ്യതയുള്ള ആളുകൾക്ക് കാലതാമസം, സ്ട്രോക്ക് പോലെയുള്ള അസുഖങ്ങൾ വന്നിട്ടുള്ള ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വർഷം കൂടിയിട്ടാണ്. അവരുടെ ചികിത്സ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ചെയ്യണം. യാതൊരു മടിയും അതിൽ വിചാരിക്കേണ്ട. ഹൃദയാരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് ത്വക്ക് രോഗ സംബന്ധമായിട്ടും ലേശം ബുദ്ധിമുട്ടുകളും അധിക പ്രയാസങ്ങളും ഈ ഒരു വർഷം വന്നു ഭവിക്കാൻ സാധ്യത ഏറെ കാണുന്നുണ്ട്. ഇനി നമുക്ക് കന്നിക്കൂറിലേക്ക് വരാം. കന്നിക്കൂറ് എന്ന് പറയുമ്പോൾ ഉത്തരം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, അത്തം നക്ഷത്രം, ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പകുതി, ആദ്യത്തെ 2 പാദം അടങ്ങുന്ന കന്നിക്കൂറ്. അവർക്ക് വിവാഹം പോലെയുള്ള കാര്യങ്ങൾക്ക് അധികം തടസ്സങ്ങളുണ്ട്. വിവാഹാലോചനയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വർഷം കൂടി കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നീങ്ങിപ്പോകാനുള്ളതായൊരു സാധ്യതയുണ്ട്. വർഷാവസാനം, അതായത് ഒരു സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആയിട്ട് കുറച്ചൊരു 2-3 മാസക്കാലം കുറച്ചൊരു ആനുകൂല്യം ഉണ്ടാവുകയും ചെയ്യും. എന്നിരുന്നാലും ദൂരയാത്ര, വിദേശയാത്രയ്ക്കൊക്കെ തയ്യാറെടുക്കുന്ന ആളുകളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. നിയമപരമായിട്ടുള്ള രേഖകളൊക്കെ കയ്യിൽ കരുതാൻ മടിക്കേണ്ട. അതൊക്കെ ഇപ്പോൾ നമ്മൾ പറയില്ലേ, വിസ പുതുക്കി കിട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ലേശം കാലതാമസം ഉണ്ടാകും. ഈ പറയുന്ന നക്ഷത്രക്കാരും സ്കിന്നുമായി ബന്ധപ്പെട്ട് തൊലിപ്പുറമെയുള്ള അസുഖവുമായി ബന്ധപ്പെട്ടിട്ട് ചികിത്സിക്കുന്ന ആളുകളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം രോഗം മാറാനുള്ളതായൊരു കാലതാമസമൊക്കെ അതിൽ കൂടെ കാണുന്നുണ്ട്. അപ്പോൾ ചികിത്സ കൃത്യമായിട്ട് ചെയ്യുക. ഭക്ഷണ കാര്യങ്ങൾ, പഥ്യം ഇതൊക്കെ വളരെ കൃത്യമായിട്ട് പാലിച്ച്
പോകേണ്ട ഒരു വർഷമായിട്ട് തന്നെ കാണുന്നു. അതേപോലെ തന്നെ വസ്തി സംബന്ധമായിട്ടും വസ്തി എന്ന് പറയുമ്പോൾ നമ്മളറിയാം നട്ടെല്ല് മുളയ്ക്കുന്ന പ്രദേശം അസ്ഥി എന്നുള്ള പറഞ്ഞാൽ അറിയാം, എല്ല് അല്ലേ, നമ്മുടെ അസ്ഥിരോഗവുമായിട്ടുള്ള ചികിത്സയൊക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ആളുകൾ വളരെയധികം കെയർഫുള്ളായിട്ട് ഇരിക്കേണ്ട ഒരു വർഷം കൂടിയായിട്ടാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ചില ദാമ്പത്യ സുഖഹീനതകളും സ്വജനവിയോഗ ദുഃഖങ്ങളും ബന്ധുജനവിയോഗങ്ങളെ കൊണ്ട് ഈ പുല കുളിക്കുക പോലെയുള്ള കുടുംബപ്പലൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. വാഗ്ദോഷം എന്ന് പറയുമ്പോൾ മറ്റുള്ളവരോട് പറയുന്ന വാക്കുകൾ കൃത്യമാണോ ഞാൻ പറയുന്നത് എന്നുള്ളൊരു ബോധത്തോടു കൂടി തന്നെ നമ്മൾ സംസാരിക്കുക. അപകീർത്തി ഉണ്ടാവാനുള്ളതായ സാധ്യതകളും സ്ഥാനചലനം ഉണ്ടാവാനുള്ള സാധ്യതകളൊക്കെ ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ട് കാണുന്നുണ്ട്. ഇനി നമ്മൾ ധനുക്കൂറിലേക്ക് വന്നു കഴിഞ്ഞാൽ, ധനുക്കൂറ് എന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക അടങ്ങുന്നതാണ് ധനുക്കൂറ്. അവർക്ക് മാതൃജന വിയോഗാദി ദുഃഖങ്ങൾ, അമ്മയുമായി ബന്ധപ്പെട്ടിട്ട് അമ്മയുടെ ചികിത്സയുമായൊക്കെ ബന്ധപ്പെട്ടിട്ട് ലേശം ബുദ്ധിമുട്ടുകൾ അധികം ഉണ്ടാവും. പൈൽസ് പോലെയുള്ള അസുഖമുള്ള ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വർഷം തന്നെയാണ്. ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ, വാഹനങ്ങൾ കൊണ്ടുണ്ടാകുന്ന ആപത്തുകൾ, പൊതുജന സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അവർക്കുണ്ടാകുന്ന മാനനഷ്ടം, മാനഹാനി, ധനനഷ്ടം പോലെയുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ പ്രമാദമായിട്ടുള്ള കേസുകൾ, പ്രത്യേകിച്ച് ഭൂമി സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾ, ഇതിലൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അനുകൂലമല്ലാതെയുള്ള ഒരു വർഷമാണ്. വലിയ കേസുകളിൽപ്പെട്ട ആളുകൾ, ഇപ്പോൾ സുപ്രീം കോടതി പോലെയുള്ള വലിയ ന്യായാലയങ്ങളിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അവിടെ കേസൊക്കെ ഉള്ള ആളുകൾക്ക്, കോടതി വ്യവഹാരമൊക്കെ ഉള്ള ആളുകൾക്ക് വളരെയധികം ശ്രദ്ധിക്കണം. അനുകൂലപ്പെടാനുള്ളതായ സാധ്യത വളരെയധികം കുറവാണ്. ഇവർ പ്രത്യേകിച്ച് ജാതകമൊക്കെ ഒന്ന് പരിശോധിക്കേണ്ട ഒരു കാലം കൂടിയിട്ടാണ് ഈ 2026. അതേപോലെ തന്നെ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം പോലെയുള്ള കാര്യങ്ങൾ കാലതാമസം കൂടാണ്ട് വേഗം കഴിക്കുക എന്നുള്ളത്, അധികം കാലം നീട്ടി വയ്ക്കുന്നത് അനുകൂലപ്പെടാനുള്ളതായൊരു സാധ്യത ഇല്ല. പ്രത്യേകിച്ച് ജൂൺ മാസമൊക്കെ കഴിഞ്ഞാൽ ഒരു ലേശം ബുദ്ധിമുട്ടുകൾ വിവാഹാദി വിഷയങ്ങളിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഏറെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണം. പുണ്യതീർത്ഥയാത്രകളൊക്കെ അധികം ചെയ്യേണ്ട ഒരു വർഷം കൂടിയിട്ടാണ് ധനുക്കൂറുകാരെ സംബന്ധിച്ചിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് കുംഭക്കൂറിലേക്ക് വന്നു കഴിഞ്ഞാൽ, അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചതയം നക്ഷത്രം, പൂരോരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദം അടങ്ങുന്ന കുംഭക്കൂറുകാർക്ക് ദേഹാരിഷ്ടതകൾ വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയം തന്നെയാണ്. വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, അതേപോലെ തന്നെ മാനസിക പിരിമുറുക്കങ്ങൾ, കാര്യതടസ്സങ്ങൾ, ശത്രുവർദ്ധന പോലെയുള്ള കാര്യങ്ങൾ. കൃഷി ഒക്കെ നടത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ട് വെച്ചാൽ വളരെയധികം ശ്രദ്ധിക്കണം. കൃഷിയിൽ വലിയ നഷ്ടങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു വർഷമാണ്. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ വളരെയധികം ശ്രദ്ധിക്കണം. ഉയർന്ന സ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതുന്ന പരീക്ഷ, UPSC എക്സാം പോലെയുള്ള കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ വളരെയധികം ശ്രദ്ധ വയ്ക്കേണ്ട ഒരു വർഷം തന്നെയാണ്. അത്രമേൽ ആനുകൂല്യം തീരെ കാണുന്നില്ല. പല കാരണങ്ങളെ കൊണ്ടും, ആരോഗ്യ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളെ കൊണ്ടൊക്കെ വിദ്യാഭ്യാസം തടസ്സപ്പെടാനുള്ളതായ സാധ്യതകൾ കാണുന്നുണ്ട്. പെറ്റി കേസ് പോലെയുള്ള കാര്യങ്ങളിൽ ചെന്നുപെടാനുള്ള സാധ്യതകൾ ഏറെ കാണുന്നുണ്ട്. തനിക്ക് യോഗ്യമല്ലാതെയുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം പോലെയുള്ള കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ വേണം. ചതി പോലെയുള്ള കാര്യങ്ങളിൽ ചെന്നുപെടാനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. വാദസംബന്ധമായിട്ടും ഞരമ്പ് സംബന്ധമായിട്ടും ചികിത്സിക്കുന്ന ആളുകൾക്ക്, അതേപോലെ തന്നെ ENT സംബന്ധമായിട്ടുള്ള രോഗങ്ങളെ സംബന്ധിച്ച് ചികിത്സ നടത്തുന്ന ആളുകൾ, ഇവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഒരു വർഷമാണ് 2026. ഇനി മീനക്കൂറിലേക്ക് വന്നു കഴിഞ്ഞാൽ, പൂരോരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി, രേവതി അടങ്ങുന്ന മീനക്കൂറുകാർ വളരെ 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 ശ്രദ്ധിക്കേണ്ട ഒരു വർഷം തന്നെയാണ്. കലാകായിക രംഗത്തുള്ളവർക്ക് പലതരത്തിലായ അപകട സാധ്യതകൾ കാണുന്നുണ്ട്. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ജനവിരോധങ്ങൾ, വലിയ സമൂഹത്തിൽ നിന്ന് തന്നെ വലിയ തരത്തിലായ വിരോധങ്ങളൊക്കെ ഈ നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾക്ക് വന്നുഭവിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പലതരം പ്രതിസന്ധികൾ, നാട് വിട്ട് മാറി നിൽക്കേണ്ടതായ സാഹചര്യങ്ങൾ, ഇതൊക്കെ കാണുന്നു. അതേപോലെ തന്നെ ബന്ധുക്കൾ ശത്രുക്കളായി തീരുകയും സാമ്പത്തിക ക്രമക്കേടുകൾപ്പെട്ട അപകടങ്ങൾ സംഭവിക്കുകയും ഒക്കെ ഈ ഒരു വർഷത്തിൽ കാണുന്നതാണ്. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യുക. നിയമം കൃത്യമായി പാലിക്കുക. അതായത് കൃത്രിമം ഒന്നിലും കാണിക്കാതിരിക്കുക.
ഉപയോഗിക്കുക എന്നുള്ളതാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യങ്ങൾ. പാദരോഗവുമായി ബന്ധപ്പെട്ടിട്ട് ലേശം അധികം ബുദ്ധിമുട്ടുകൾ, പാദരോഗം എന്ന് പറയുമ്പോൾ കാൽപാദങ്ങൾക്ക് വരുന്ന രോഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ലേശം അരിഷ്ടതകളും ബുദ്ധിമുട്ടുകളൊക്കെ അധികമായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ആയുർവേദ ചികിത്സ നടത്തുന്ന ആളുകളും ആയുർവേദ ചികിത്സയ്ക്ക് പോകുന്ന ആളുകളും വളരെയധികം ശ്രദ്ധിക്കണം. ചികിത്സ ഫലിക്കാത്തത് കൊണ്ടുണ്ടാകുന്നതായ ബുദ്ധിമുട്ടുകൾ ഈ ആളുകൾക്ക് ഉണ്ടാവും. തണവ് തട്ടിയിട്ടുണ്ടാകുന്ന രോഗങ്ങൾ ഒക്കെ വളരെയധികം സാധ്യതകൾ കാണുന്നുണ്ട്. പിന്നെ പ്രമാദമായിട്ടുള്ള കേസുകളിലൊക്കെ ചെന്ന് ഇടപെടുക, മധ്യസ്ഥത നിൽക്കുക, ജാമ്യം നിൽക്കുക പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിൽക്കുമ്പോൾ ഈ നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വർഷമാണ് 2026. ഇതിൽ മധ്യഫലമായിട്ടുള്ള കുറച്ച് നക്ഷത്രക്കാരുണ്ട്. കർക്കിടകക്കൂറ്, പുണർദം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, പൂയം, ആയില്യം, ഇവർക്ക് മധ്യഫലമാണ്, മിശ്രഫലമാണ് കാണുന്നത്. ഗുണദോഷ സമ്മിശ്രഫലമാണ്. അതേപോലെ തന്നെ വൃശ്ചികക്കൂറിൽപ്പെട്ട ചിത്രയുടെ അവസാനത്തെ 30 നാഴിക, അവസാനത്തെ 2 പാദം, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ 3 പാദം അടങ്ങുന്ന വൃശ്ചികക്കൂറുകാർ, അവർക്കും ഈ ഒരു വർഷം ഗുണദോഷ സമ്മിശ്രഫലമാണ്. അതേപോലെ തന്നെ മകരക്കൂറിൽപ്പെട്ട ആളുകൾക്ക് ഉത്രാടത്തിൻ്റെ അവസാനത്തെ 3 പാദങ്ങൾ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ 2 പാദം, അതായത് അവിട്ടത്തിൻ്റെ മധ്യം പൂർവാർദ്ധമടങ്ങുന്ന മകരക്കൂറുകാർക്കും ഈ ഒരു വർഷം ഗുണദോഷ സമ്മിശ്ര ഫലമാണെന്നറിയാം. ബാക്കിയുള്ള ആളുകളുടെ ഫലങ്ങൾ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അതിവിടെ ആവർത്തന വിരസത ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ആളുകൾ ദോഷമാണെന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. അവരുടേതായ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷങ്ങളൊക്കെ ഒന്ന് പ്രശ്നം വെച്ച് നോക്കുകയെ, അതേപോലെ അവനവന് ഇഷ്ടപ്പെട്ട ദൈവജ്ഞൻ ആരാണോ ആ ദൈവജ്ഞൻ്റെ സമക്ഷം ചെന്ന് അവനവൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നക്ഷത്രം പേരൊക്കെ പറഞ്ഞൊന്ന് പ്രശ്നം വെച്ച് നോക്കുക. ജാതകമൊക്കെ ഒന്നുണ്ടെങ്കിൽ ജാതകം കയ്യിലുള്ള ആളുകൾ ജാതകമൊക്കെ ഒന്ന് പരിശോധിപ്പിച്ച് ഇപ്പോഴത്തെ ദൈവാധീനം, ഭാഗ്യം, ആയുസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തി അതാത് ഏതേത് ദേവതകൾക്കാണോ നമ്മൾ ദൈവജ്ഞ വഴിപാട് നിശ്ചയിക്കണം ആ വഴിപാട് കൃത്യമായിട്ട് പാലിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അവനവൻ്റെ സദാചാരബോധത്തോടുള്ള ജീവിതം അത് നയിക്കുക, നല്ല രീതിയിൽ നയിക്കുക. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ആപത്തുകളിൽ നിന്നൊക്കെ ഒരുപാട് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കും. പിന്നെ നമുക്ക് സമയം മോശമാകുമ്പോൾ, അതായത് വിനാശകാല വിപരീത ബുദ്ധി എന്നാണ് പറയുക. നമ്മളെ ബുദ്ധിയാണ് അത്രേ ഇതിനോടൊക്കെ ആധാരം. അപ്പം നമുക്ക് ദോഷകാലം വരുമ്പോൾ നമ്മുടെ ബുദ്ധി മരവിക്കുന്നതാണ്. അതാണ് നമുക്ക് ഈ വേണ്ടാധീനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി തോന്നുന്നത്. പലതരം അപകടങ്ങളിൽ ചെന്ന് പെടും എന്നുള്ള ബോധം ഉണ്ടെങ്കിൽ നമ്മളതിനെ അതിലേക്ക് നയിക്കുന്നതൊക്കെ നമ്മുടെ വിധിയാണ്. അപ്പോൾ ആ വിധിയെ നമ്മൾ പ്രാർത്ഥിക്കുക, നിത്യേന പ്രാർത്ഥിക്കുക, അതേ നമുക്കൊക്കെ തരുള്ളൂ. നവഗ്രഹങ്ങളെ പ്രാർത്ഥിക്കുക, അവനവൻ്റെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോവുക, അന്നദാനം, സൽക്കർമ്മം, നാട്ടിൽ നല്ല കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിലൊക്കെ പങ്കെടുക്കുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ ആപത്തുകളെ നമുക്ക് നിസ്സാരമായി തള്ളാൻ പറ്റും. അതായത് കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ടുപോകുന്ന പറയാം. മനസ്സിലായിട്ടോ? അപ്പോൾ അവനവൻ്റെ കാര്യത്തിൽ അവനവൻ തന്നെ ശ്രദ്ധിക്കുക. അവനവന് വേണ്ടി പ്രാർത്ഥിക്കാൻ അവനവൻ മാത്രമേ ഉള്ളൂ. വേറൊരാളെ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവർ പ്രാർത്ഥിക്കുകയൊന്നുമില്ല. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ ഈശ്വരനെ വിളിക്കുക, അത്രമാത്രമേ പറയാനുള്ളൂ. ഇതൊക്കെ ഈശ്വരവിശ്വാസമുള്ള ആളുകൾക്ക് കൊടുക്കേണ്ട ഉപദേശമാണ് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പലതരം അഭിപ്രായങ്ങൾ സമൂഹത്തിൽ നിന്ന് ഉണ്ടാവാം. ഇതൊക്കെ കേട്ടാലും പലതരം അഭിപ്രായങ്ങളൊക്കെ പറയാം. പിന്നെ എന്ത് കണ്ടാലും നെഗറ്റീവ് പറയുന്ന പല ആളുകളുണ്ടാവും. അത് പറഞ്ഞോട്ടെ, അത് നമ്മൾ ശ്രദ്ധിക്കാൻ പോകേണ്ടതില്ല. നമ്മൾ നമ്മുടേതായ കാര്യം നോക്കിയിട്ട് ജീവിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം, കേട്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ഒരു ശുഭദിനം കൂടി നേരുന്നു. എല്ലാവർക്കും ശുഭദിനം. നന്ദി, നമസ്കാരം.